മൈസൂർ എനിക്ക് പ്രിയപ്പെട്ട സിറ്റികളിലൊന്ന്. വൈകുന്നേരം 4 മണിയോടെ മൈസൂരിലെത്തി. ഒരു ചായയും ദിൽപസന്തും കുടിച്ച് തുടക്കം. ദിൽപസന്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിൽ സുലഭം. അങ്ങനെ ചായയും കുടിച്ച് ഞാൻ താമസിച്ചിരുന്ന സ്ട്രീറ്റിലൂടെ ഒന്ന് മെല്ലെ നടന്നു. അത് കഴിഞ്ഞ് ഒന്ന് റൂമിലെത്തി ഫ്രഷ് ആയി. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റൂം. നെക്സസ് മാളിലേക്ക് പോകാനാണ് ഉദ്ദേശം. അങ്ങനെ റൂമിൽ നിന്നിറങ്ങി റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റ് യാത്ര. എനിക്ക് കർണാടക ഗവൺമെൻറ്റിൽ ഏറ്റവും ഇഷ്ടം ഈ റോഡ് സൈഡിൽ കാണുന്ന പച്ച പരവതാനി ആണ്. അവർ ആ മരങ്ങളെ മുറിക്കാതെ സംരക്ഷിക്കുന്ന രീതി. കർണാടകയിലെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമാണ് മൈസൂർ. അതുപോലെ ഏറ്റവും ജനസംഖ്യ 3ാം നിൽക്കുന്നതും മൈസൂർ തന്നെ. അതുപോലെ ചില പ്രത്യേക രീതികളിലുള്ള കൊട്ടാരങ്ങൾ, ചാമുണ്ഡി ഹിൽസ്, മൈസൂർ കൊട്ടാരം, ദസറ, മൈസൂർ പാക്ക്, മൈസൂർ മസാല ദോശ, മൈസൂർ സാൻഡിൽ, മൈസൂർ സിൽക്ക്, ഇവയെല്ലാം ഇവർക്ക് സ്വന്തം അവകാശപ്പെടാവുന്ന പരമ്പരാഗത സ്വകാര്യ അഹങ്കാരം തന്നെ. അങ്ങനെ മാളിൽ നിന്നും എക്സിറ്റായി ചാമുണ്ഡി ഹിൽസ് ലക്ഷ്യമാക്കി പോയി. ഇതൊരു അത്യാവശ്യം വലിയ മാൾ തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ മാളിൽ. മാളിൽ നിന്നും പുറത്തിറങ്ങി ചാമുണ്ഡി ഹിൽസിലേക്ക് ഒരു 20 മിനിറ്റ് യാത്ര. ഇതാണ് മാളിൻ്റെ പുറം സൈഡ്, നെക്സസ് മാളിൻ്റെ പുറത്ത്. അങ്ങനെ മുന്നോട്ട് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചാമുണ്ഡി ഹിൽസിലേക്ക് ഉള്ള യാത്ര തുടങ്ങി. പച്ചപ്പ് വീണ്ടും അവസാനിക്കുന്നില്ല. റോഡ് സൈഡിൽ അങ്ങും ഇങ്ങും വർഷങ്ങൾ പഴക്കമുള്ള പല ഇനം മരങ്ങൾ, അത് ചിലത് പൂത്തു നിൽക്കുന്നു. ലൈറ്റുകൾ ഓപ്പണായി തുടങ്ങി. സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയൊരു ചുരം കയറി ചാമുണ്ഡി ഹിൽസിലെത്താം. നല്ല കാറ്റായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു പകുതി ആയതോടെ വ്യൂ എത്തി. ആ വ്യൂവിൽ കുറച്ചു നേരം എടുക്കാൻ ഞങ്ങൾ കരുതി. ആ വ്യൂവിൻ്റെ ഭംഗിയാവട്ടെ, ഇതാ നിങ്ങൾ കണ്ടോളൂ. ഒരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് അവിടെ പോയിട്ടുള്ളവർക്കറിയാം. വളരെ ഭംഗിയായി കെട്ടിടങ്ങൾ താഴെ നിന്ന് നോക്കുമ്പോൾ എന്തൊരു ഭംഗി. അങ്ങനെ നൈറ്റ് വ്യൂ കണ്ട് നല്ല കാറ്റും ചെറിയ തോതിൽ ഒരു തണുപ്പും ചെറിയൊരു മഴച്ചാറ്റിലും കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് വീണ്ടും റൂമിലേക്ക്. ബൈ ഫ്രം വണ്ടർവെയോ.